നമസ്കാരം. റെനോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബൃഹത്തായ പ്ലാനുകളാണ് കരുതി വെച്ചിട്ടുള്ളത്. അതിൽ ആദ്യമേ തന്നെ ഡസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇനി വരാൻ പോകുന്ന 18 മാസത്തിൽ 12 പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്നാണ് റെനോ ഇന്ത്യ അവകാശപ്പെടുന്നത്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന്, അതായത് 2026 ജൂലൈ 3-ാം തീയതി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് റെനോ ഇന്ത്യ കൊണ്ടുവന്ന സ്ലൈറ്റ് ചേഞ്ചുകൾ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലൊക്കെ ആയിട്ട്, അങ്ങനെ ഒരു ഫേസ് ലിഫ്റ്റ് ഒന്നും പറയാൻ കഴിയില്ല, ഒരു ചെറിയൊരു മേക്ക് ഓവറൊക്കെ വരുത്തി കൊണ്ടുവന്നൊരു വാഹനം എന്ന് തന്നെ നമുക്ക് പറയാം. റെനോയുടെ കിഡ് എന്ന് പറയുന്ന വാഹനം 4,53,000 രൂപയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം എൻട്രി ലെവൽ സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഒരു ചോയ്സ് ആയിരിക്കും. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വാഹനം 2 വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് എവല്യൂഷൻ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് വേരിയൻറ്റും ക്ലൈംബർ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് മുമ്പുണ്ടായിരുന്ന 2 വേരിയൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതായത് എൻട്രി സ്പെക് ലെവൽ വേരിയൻ്റ് ആയിട്ടുള്ള ഒതൻറ്റിക് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഒരു മിഡ് സ്പെക് വേരിയൻ്റ് എന്നുള്ള രീതിക്ക് കാണുന്ന ടെക്നോ എന്ന് പറയുന്ന ആ ഒരു ട്രിമ്മും ഇവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. നിലവിൽ 2 വേരിയൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എവല്യൂഷൻ എന്ന് പറയുന്ന വാഹനം 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 5 സ്പീഡ് AMD ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്. എവല്യൂഷൻ എന്ന് പറയുന്ന വേരിയൻ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4,53,000 രൂപയ്ക്കാണ്. അതിൻ്റെ AMD സ്റ്റാർട്ട് ചെയ്യുന്നത് 4,90,000 രൂപയ്ക്കാണ്. ഇത് എക്സ് ഷോറൂം പ്രൈസ് ആണ്. ഇനി ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ക്ലൈംബർ, അത് 5 സ്പീഡ് മാനുവലിൽ വരുമ്പോഴത്തേക്കും 5,15,000 രൂപയും, AMDയിലേക്ക് വരുമ്പോഴത്തേക്കും 5 സ്പീഡ് AMDയിലേക്ക് വരുമ്പോഴത്തേക്കും 5,61,000 രൂപയാണ് ആ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CNG നല്ല രീതിക്ക് കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. CNG കിറ്റ് ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഇവരുടെ തന്നെ വർക്ക് ഷോപ്പിൽ നിന്നും ഫിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതൊരു ആഫ്റ്റർ മാർക്കറ്റ് CNG കിറ്റ് ഇൻസ്റ്റാളേഷൻ എന്ന് മാത്രം കരുതിയാൽ മതി. അതിന് 70,450 രൂപ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററാണ് ഇതിന് അവർ വാറണ്ടി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കമ്പനി ഫിറ്റഡ് CNGയും ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ് ചെയ്യുന്ന CNGയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3,731 മില്ലിമീറ്ററാണ് ലെങ്ത്ത്. വിഡ്ത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. മുമ്പുണ്ടായിരുന്ന വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 1,579 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത്. ഹൈറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,474 മില്ലിമീറ്ററാണ് ഹൈറ്റ്. 2,422 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 184 മില്ലിമീറ്ററാണ്. ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 279 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ബ്ലാക്കിൻ്റെ ഒരുപാട് അതിപ്രസരം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, എന്നാൽ പോലും ബ്ലാക്കാണ് കൂടുതലായിട്ടും ഇൻറ്റീരിയറിൻ്റെ ഒരു തീമെന്ന് പറയുന്നത്. അതിനകത്ത് യെല്ലോ ഇൻസെർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ വയേർഡ് ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വേരിയൻറ്റ്, അതായത് എവല്യൂഷൻ എന്ന് പറയുന്ന വേരിയൻറ്റിന് 2 എയർ ബാഗ് മാത്രമേ ഉള്ളൂ. ടോപ്പ് എൻഡ് ക്ലൈംബറിന് മാത്രമാണ് 6 എയർ ബാഗ് കമ്പനി കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം സേഫ്റ്റി എന്ന് പറയുന്നത് കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. 3D ലെവലിലുള്ള റെനോൾട്ടിൻ്റെ ബാഡ്ജ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അതിനിപ്പോൾ അങ്ങോട്ട് വരുന്ന മിക്കവാറും റെനോയുടെ എല്ലാ വാഹനത്തിനും അങ്ങനെ തന്നെ ആയിരിക്കും. 14 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസാണ് വരുന്നത്. അതിന് പ്ലാസ്റ്റിക് കവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിന് ഒരു അലോയുടെ ഒരു ലുക്ക് ഒക്കെ വരുന്നുണ്ട്. മിക്കവാറും ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും ഈ ഒരു വാഹനത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, AMD ട്രാൻസ്മിഷനിൽ ഹിൽ അസിസ്റ്റ് വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് അല്ല, ഹിൽ അസിസ്റ്റ് എന്ന് മാത്രമേ നമുക്കതിനൊക്കെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അതായത് ഈ ഒരു വാഹനം ഏതെങ്കിലും ഒരു കയറ്റത്തിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ഒരു 3 സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കും എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് TPMS, അത് മാത്രമല്ല റിയർ പാർക്കിംഗ് ക്യാമറ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വാഹനമായിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി.
മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ യാതൊരുവിധ വ്യത്യാസവുമില്ല. ആ സെയിം നമ്മുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന കിഡിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം എൻജിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സ്പെക്ക് നമ്മൾ നോക്കുകയാണെന്ന് ഇതിൻ്റെ ഇപ്പോൾ എഞ്ചിനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്ററിലാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. 1 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. 69 BHPയും 92.5 Nm ടോർക്കും മാത്രമാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ MD എത്രത്തോളം ലാഗ് ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ 14 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലുണ്ട്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ ഈ ഐബ്രോ കൈൻഡ് ഓഫ് DRL കാര്യങ്ങളൊക്കെ അതൊക്കെ മുമ്പുണ്ടായിരുന്ന വാഹനത്തിലും സെയിം ആയിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോയും അത് മാത്രമല്ല മാരുതി സുസുക്കി ഓൾട്ടോ K10 ഒക്കെ ആയിട്ടാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ബാക്കി വാഹനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇതിനെ കോമ്പീറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള വാഹനങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾ ഈ ഒരു വാഹനത്തെ ഓടിക്കുമ്പോൾ ഈ ഒരു വാഹനം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എത്രത്തോളം പെർഫോമൻസ് നൽകുന്നുണ്ട്, സേഫ്റ്റി ആസ്പെക്റ്റിൽ, അത് മാത്രമല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ഓടിച്ച് നിങ്ങളത് ഫീൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടർബോ എഞ്ചിനോ കാര്യങ്ങളോ ഒന്നുമില്ല. 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 69 BHPയും ഞാൻ പറഞ്ഞ പോലെ 92.5 Nm ടോർക്കുമാണ് വന്നിട്ടുള്ളത്. മാനുവൽ ഗിയർ ബോക്സും AMD ആണെന്നുണ്ടെങ്കിലും രണ്ടും 5 സ്പീഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.